ഇന്നൊരു ഓർമ്മ ദിനമാണ് പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിൽ ഈ ക്രൗഡ് പുള്ളേഴ്സ് എന്ന് പറയുന്ന നേതാക്കൾ ചിലരുണ്ടല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് ക്രൗഡ് പുള്ളർ ആയിരുന്ന ഒരു നേതാവ്, അതുപോലെ തന്നെ ഈ നമ്മൾ ഈ പറയുന്ന നാവുപിഴ എന്നൊക്കെ പറയുന്നത്, ചില കാര്യങ്ങൾ അങ്ങനെ പറയാൻ നമ്മൾ ലൈസൻസ് കൊടുത്തിട്ടുള്ള ചില ആൾക്കാരുണ്ട്. ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിമർശനവും വിവാദവും ഒക്കെ ആകുമ്പോഴും ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ അത് സഖാവല്ലേ പറഞ്ഞതെന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു അന്ന് കണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മദിനം തന്നെ മനസ്സിലായി കാണുമല്ലേ, കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നേതാവ്. കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത നേതാവായിരുന്നു ഇ കെ നായനാർ. രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളാൽ സ്നേഹിക്കപ്പെട്ട ചുരുക്കം ചില നേതാക്കളിൽ ഒരാൾ. നായനാർ ഓർമ്മയായിട്ട് ഇന്നേക്ക് 20 വർഷം തികയുകയാണ്. കമ്മ്യൂണിസം ഒരു ശാസ്ത്രമാണ്. ലോകത്തിൽ ആർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. ജനകീയതയുടെ പര്യായമായിരുന്നു ഏറമ്പാല കൃഷ്ണൻ നായനാർ എന്ന ഇ കെ നായനാർ. നിസ്വാർത്ഥ സേവനത്തിലൂടെ ആധുനിക കേരളം കെട്ടിപ്പടുത്ത ശില്പികളിൽ ഒരാളായിരുന്നു നായനാർ. തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കിയെടുത്ത നേതാവ്. വിപ്ലവ സമരങ്ങളിലെ മുന്നണി പോരാളിയായി രാഷ്ട്രീയത്തിന്റെ പടവുകൾ കയറിയ നായനാർ മലയാളിയുടെ ഹൃദയം കീഴടക്കി. ഞാൻ മാർസിന്റെ പ്രതിമ കണ്ടു ലണ്ടനിൽ പോയപ്പോ എന്നോട് ചോദിച്ചു, നിങ്ങൾ വിദേശത്ത് പോയി പണം മുഴുവൻ മുടിക്കുകയല്ലേ ചെയ്തത് മുഖ്യമന്ത്രി? ഇല്ലേ, എനിക്കെതിരായിട്ട് വന്നിട്ടുള്ളൂ പത്രത്തില്. നിങ്ങൾ വായിക്കുന്ന പത്രത്തിൽ രാവിലെ വായിക്കുന്ന ക്ലാസ്സിൽ വന്നിട്ടില്ലേ? കുറിക്കൊള്ളുന്ന വിമർശനങ്ങൾ കൊണ്ട് എതിരാളികളെ നിഷ്പ്രഭനാക്കിയ നായനാരുടെ നർമ്മബോധവും ഏറെ പ്രശസ്തമാണ്. മികച്ച വാഗ്മി, സംഘാടകൻ, ഭരണാധികാരി എന്നീ നിലകളിലെല്ലാം തിളങ്ങിയ നായനാർ 6 പതിറ്റാണ്ടിലേറെക്കാലം കേരള സമൂഹത്തിൽ സജീവമായി നിറഞ്ഞു നിന്നു. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് 100 കൊല്ലം ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തുകയില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നു. എത്ര സഖാക്കളെ. ചരിത്രപ്രസിദ്ധമായ കയ്യൂർ മൊറാഴ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നായനാർ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. ജന്മിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനുമെതിരെ ഭയമില്ലാതെ പോരാടിയ നായനാർ 11 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചു. അക്ഷരങ്ങളെ സ്നേഹിച്ച നായനാർ കേരള കൗമുദിയിലും ദേശാഭിമാനിയിലും ദീർഘകാലം പത്രപ്രവർത്തകനായിരുന്നു. 6 തവണ നിയമസഭാംഗം, 1 തവണ ലോക്സഭാംഗം, 3 തവണ കേരള മുഖ്യമന്ത്രി. ജനക്ഷേമകരമായ നിരവധി പദ്ധതികൾ നടപ്പാക്കി. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 15 പുസ്തകങ്ങൾ ഇ കെ നായനാർ രചിച്ചു. ആ നേതാവിനോടുള്ള സ്നേഹമായിരുന്നു അവസാന യാത്രയിൽ തടിച്ചുകൂടിയ ജനസാഗരം. മരിക്കാത്ത ഓർമ്മകളിലൂടെ ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന നായനാരുടെ സ്മരണകൾക്ക് 24ന്റെ പ്രണാമം. റിസർച്ച് ഡെസ്ക് 24.